ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സി പാർട്ടും ഡി പാർട്ടും ആണ്. അതിലെ സി പാർട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ബി പാർട്ടിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്നതാണ്. സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1/n⁻ കോൺസിക്വൻസ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ സംബന്ധമായിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് സീറ്റ എഫ് എസ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. കാരണം സീറ്റ എസ് എന്ന് പറയുന്നത് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n⁻s ആണ്. ഓക്കെ, അത് ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ടാവും. എസ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള കേസിൽ ഇതിനെയാണ് നമ്മൾ സീറ്റ എസ് ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സീറ്റ ഓഫ് എസിന്റെ പ്രത്യേകത ഇവിടെ എക്സ് വരെയുള്ള സമ്മ് എന്തായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാർഷ്യൽ സമ്മാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ബാക്കിയുള്ള അല്ലെങ്കിൽ പാർഷ്യൽ സം കഴിച്ച് ബാക്കിയുള്ള ടെൻസിന്റെ സം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് സി പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സീറ്റ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? സീറ്റ ഓഫ് എസ് എന്ന് പറയുന്നത് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n⁻s. അതുകൊണ്ട് തന്നെ ഈ സീറ്റ ഓഫ് എസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1/n⁻s പ്ലസ് സിഗ്മ n ഗ്രേറ്റർ ദാൻ എക്സ് 1/n⁻s. ഇങ്ങനെ രണ്ട് സമ്മേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സി പാർട്ടിൽ ആവശ്യമുള്ള സമ്മേഷൻ എന്ന് പറയുന്നത് സിഗ്മ n ഗ്രേറ്റർ ദാൻ എക്സ് 1/n⁻s ആണ്. അതെങ്ങനെ എഴുതാൻ പറ്റും? സീറ്റ ഓഫ് എസ് മൈനസ് സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1/n⁻s എന്ന് എഴുതാൻ പറ്റും. ഇതിലെ സിഗ്മ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1/n⁻s എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ബി പാർട്ടിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എഴുതാം. ആ വാല്യൂ എന്ന് പറയുന്നത് x⁻1 - ഡിവൈഡഡ് ബൈ 1 - എന്ന് പറയുന്നത് തുടങ്ങുന്നതാണ്. അപ്പൊ ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സീറ്റ ഓഫ് എസ് മൈനസ് need to have this one, okay, that is x⁻1 - s divided by 1 - s plus theta of s plus o of x⁻−s. ഇതാണ് നമ്മൾ ബി പാർട്ടിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സീറ്റ ഓഫ് എസും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ബാക്കി വരുന്നത് x⁻1 - s divided by s-1 minus o of x⁻−s എന്നാണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? പ്ലസ് o of x⁻−s എഴുതാം. ഈ പറയുന്ന x⁻1 - s divided by s-1 നെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അല്ലെങ്കിൽ എസും മൈനസ് എസും 1 - s എന്നുള്ള റിലേഷൻ ഇതാണ്. കാരണം -s-നോട് 1 ആഡ് ചെയ്തതാണ് 1 - s എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ x⁻−s എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x⁻1 - s ഉണ്ട്. x⁻−s എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്ന ടേമാണ് x⁻1 - s. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ താഴ്ന്ന ടേമാണ് o of x⁻−s എന്ന് പറയുന്നത്. അതായത് സം k ടൈംസ് o of x⁻−s എന്ന് പറയുന്നത് എന്താണ്? ഏത് ഫംഗ്ഷൻ ആണ് എഴുതുക? ഇത്തരത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫംഗ്ഷനെ ഡോമിനേറ്റ് ചെയ്യുന്ന ടേമാണ് x⁻−s. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? o of x⁻−s അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ o of x⁻−s എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ o of x⁻−ന്റെ പ്രത്യേകത ഈ പറയുന്ന ഫംഗ്ഷനെ ഇയാൾ ഡോമിനേറ്റ് ചെയ്യും സം k ടൈംസ്. അപ്പൊ ഈ k ടൈംസ് x⁻−s വലുതാണ് k ടൈംസ് x⁻1 - s എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇയാളെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? o of x⁻−s നെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? o of x⁻1 - s എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്താൽ ഈ പറയുന്ന ആണെന്ന് എഴുതാൻ പറ്റും. ഇത് ഓൾറെഡി o of x⁻1 - s എന്നുള്ള ഫംഗ്ഷൻ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? o of x⁻1 - s. This whole quantity can be written as o of x⁻1 - s എന്ന് പറ്റും. ഇതാണ് നമ്മുടെ സി പാർട്ട്. അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡി പാർട്ട് ആണ്. അത് പറയുന്നത് സിഗ്മ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് n⁻α ഈക്വൽ ടു x⁻α plus 1 divided by α plus 1 plus o of x⁻α where α greater than or equal to 0. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓയിലർ സമ്മേഷൻ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. ഓയിലർ സമ്മേഷൻ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ ഇയാള് സിഗ്മ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് n⁻α ഓയിലർ സമ്മേഷൻ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം?
ഒരു ടൈമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണം, 1 എക്സ്ട്രാക്ട് ചെയ്യണം, 1 പ്ലസ് y ലെസ് ദാൻ n ലെസ് ദാൻ or equal to x എഴുതണം. ഇവിടെ എന്ത് വരും? n raised to alpha equal to 1 പ്ലസ് ഇത് ഡയറക്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ വൈക്ക് പകരം എന്താ പറയുന്നത്? 1 ലെസ് ദാൻ n ലെസ് ദാൻ or equal to x. ഇതെന്ത് വരും? ഇന്റഗ്രൽ 1 to x t raised to alpha dt plus integral 1 to x derivative of t raised to alpha. Then raised to alpha is t raised to alpha derivative. Alpha times t raised to alpha minus 1. Then t minus into the part of t plus integral part of x minus x times f of x. F of x is x raised to alpha. Okay, ഇയാളായിരിക്കും Euler summation formula ഉപയോഗിച്ച് expand ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകും. Okay, so that is equal to 1 plus ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? t raised to alpha plus 1 divided by alpha plus 1. അപ്പോൾ ഇതിന്റെ ലോഗരിതം കൊടുക്കണം. So this will be x raised to alpha plus 1 divided by alpha plus 1. അടുത്ത് minus 1 raised to alpha plus 1 divided by alpha plus 1. Then next integral can be written as o alpha times integral 1 to x t raised to alpha minus 1 dt. And the reason is ഈ പറയുന്ന ഫംഗ്ഷൻ ഇയാളെ ഡോമിനേറ്റ് ചെയ്യും because this is less than or equal to 1. So the integral corresponding integrals satisfy the same domination. Okay? So plus this can be written as o of x raised to alpha because this is less than or equal to 1. So this whole quantity is less than or equal to x raised to alpha. So the last quantity can be written as o of x raised to alpha. Okay? ഇനി ഇത് 1 can be written as o of x raised to alpha because x raised to 1 is less than or equal to x raised to alpha because x is greater than 1, alpha is greater than or equal to 0. Okay? And I'll write this term itself here. And this modulus of this quantity is always less than or equal to x raised to alpha because x raised to alpha is always greater than or equal to 1 and modulus of this is always less than or equal to 1. So I write this as o of x raised to alpha plus. Now consider this, and this can be we can integrate this. What is the integral of this? T raised to alpha divided by alpha. That is x raised to alpha by alpha minus 1 raised to alpha by alpha times this alpha. അപ്പൊ ഇയാളെ നമുക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ o of എന്ന് എന്തിനെങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഈ പറയുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ o of alpha integral 1 to x t raised to alpha minus 1 dt എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. This quantity is always less than or equal to this. അതാണ് അതിന്റെ മീനിങ്. ആൽഫ 1 x t alpha minus 1 dt. നിങ്ങൾ ഡെഫിനിഷൻ കണ്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് നമ്മള് o of g of x എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് എക്സിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ടൈംസ് g of x ആണ്. ഇവിടെ നമുക്കൊരു k ടൈംസ് ആണ് വിളിക്കും. അതാണ് അതിന്റെ മീനിങ്. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എഴുതിയാൽ മോഡ് എഫ് ഓഫ് എക്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ പറയുന്ന ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ടൈംസ് g of x എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഇയാളുടെ മോഡുലസിനെ നമുക്ക് k ടൈംസ് ദിസ് ക്വാണ്ടിറ്റി എഴുതാം. നമ്മുടെ മോഡുലസ് തന്നെ എഴുതാം. So this can be written as less than or equal to k times this. The constant times and m times. So we have to compare and this is m times this. Isn't the value in the variable? And this value is m times the integrative data. Along that, the integrative data comes down alpha into x raised to alpha minus raised to alpha by alpha minus 1 by alpha. This is the m times x raised to alpha minus alpha minus 1. So this is less than or equal to m times x raised to alpha. Clear? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇയാളുടെ മോഡുലസ് ഒരു ഫംഗ്ഷന്റെ ഒരു ക്വാണ്ടിറ്റിയുടെ മോഡുലസ് നമ്മൾ എന്ത് ചെയ്തു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ടൈംസ് x raised to alpha ആയാൽ ആ പറയുന്ന ക്വാണ്ടിറ്റി o of this quantity can be written as o of x raised to alpha എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ അതാണ്
ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ ഇന്റഗ്രലിനെ ഇതിനെ ഞാൻ ഓഫ് എക്സ് റേസ് ടു ആൽഫ എഴുതി, ഈ ഇന്റഗ്രലിനെ ഞാൻ എന്ത് എഴുതും, ഓ ഓഫ് എക്സ് റേസ് ടു ആൽഫ എഴുതും പ്ലസ് ഓ ഓഫ് എക്സ് റേസ് ടു ആൽഫ. അതാണ് ഈ പറയുന്ന എല്ലാ ഓഫ് എക്സ് റേസ് ടു ആൽഫകളും നമുക്ക് എന്ത് ചെയ്യാം, ഓ ഓഫ് എക്സ് റേസ് ടു ആൽഫ എന്ന് വിളിക്കാം. ദ റിമൈനിങ് ടൈം വിൽ ബി എക്സ് റേസ് ടു ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ്. ഇതാണ് ഡി പാർട്ട്.